ഹായ് എവരി വൺ, വെൽക്കം ടു ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഗോട്ട് ഉപയോഗിച്ചുള്ള ഡെയിലി ലൈഫിൽ കൂടുതലും ഉപയോഗിക്കുന്ന 15 സെൻറ്റൻസസ് ആണ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. ഇംഗ്ലീഷിലെ ഗ്രാമർ മുഴുവൻ പഠിച്ചുകൊണ്ട് മാത്രം ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയണം എന്നില്ല, പറഞ്ഞ് തന്നെ പ്രാക്ടീസ് ചെയ്യണം. സോ ഇന്നത്തെ വീഡിയോ ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്രാക്ടീസ് ആണ്. വീഡിയോയിലേക്ക് ഡീറ്റെയിൽ ആയി പോകുന്നതിന് മുമ്പായി ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്പർ 1 ഇൻ അവർ ലിസ്റ്റ് ഇസ് ഹി ഗോട്ട് പ്രൊമോട്ടഡ് ഇൻ ഹിസ് ജോബ്. അയാൾക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിച്ചു. ഹി ഗോട്ട് പ്രൊമോട്ടഡ് ഇൻ ഹിസ് ജോബ്. പ്ലീസ് റിപ്പീറ്റ്. He got promoted in his job. He got promoted in his job. Number 2 in our list is they got tired after playing. കളിച്ചു കഴിഞ്ഞ ശേഷം അവർ തളർന്നു. They got tired after playing. They got tired after playing. They got tired after playing. Number 3 in our list is we got stuck in traffic. ഞങ്ങൾ ട്രാഫിക്കിൽ കുടുങ്ങിപ്പോയി. വി ഗോട്ട് സ്റ്റക്ക് ഇൻ ട്രാഫിക്. വി ഗോട്ട് സ്റ്റക്ക് ഇൻ ട്രാഫിക്. ഞങ്ങൾ ട്രാഫിക്കിൽ കുടുങ്ങിപ്പോയി. നമ്പർ 4 ഇൻ അവർ ലിസ്റ്റ് ഇസ് ഹി ഗോട്ട് ഇൻജേർഡ് ഡ്യൂറിങ് ദ ഗെയിം. ഗെയിമിനിടയിൽ അവന് പരിക്കേറ്റു. ഹി ഗോട്ട് ഇൻജേർഡ് ഡ്യൂറിങ് ദ ഗെയിം. ഹി ഗോട്ട് ഇൻജേർഡ് ഡ്യൂറിങ് ദ ഗെയിം. നമ്പർ 5 ഇൻ അവർ ലിസ്റ്റ് ഇസ് ദേ ഗോട്ട് അവാർഡഡ് ഫോർ ദർ പ്രോജക്റ്റ്. അവരുടെ പ്രോജക്റ്റിന് അവർക്ക് അവാർഡ് ലഭിച്ചു. ദേ ഗോട്ട് അവാർഡഡ് ഫോർ ദർ പ്രോജക്റ്റ്. പ്ലീസ് റിപ്പീറ്റ്. ദേ ഗോട്ട് അവാർഡഡ് ഫോർ ദർ പ്രോജക്റ്റ്. നമ്പർ 6 ഇൻ അവർ ലിസ്റ്റ് ഇസ് ഐ ഗോട്ട് സേവ്ഡ് ഫ്രം ദ ആക്സിഡൻറ്റ്. ഞാൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഐ ഗോട്ട് സേവ്ഡ് ഫ്രം ദ ആക്സിഡൻറ്റ്. ഐ ഗോട്ട് സേവ്ഡ് ഫ്രം ദ ആക്സിഡൻറ്റ്. I got saved. ഞാൻ രക്ഷപ്പെട്ടു. From the accident. അപകടത്തിൽ നിന്ന്. I got saved from the accident. Number 7. I got tired of waiting for you. നിന്നെ കാത്തിരുന്ന് എനിക്ക് മടുത്തു. I got tired of waiting for you. I got tired of waiting for you. I got tired of waiting for you. Number 8. She got selected for the scholarship. അവൾ സ്കോളർഷിപ്പിന് തിരഞ്ഞെടുക്കപ്പെട്ടു. She got selected for the scholarship. She got selected for the scholarship. Number 9 in our list is she got a new car as a gift from her father. അവളുടെ അച്ഛനിൽ നിന്ന് അവൾക്കൊരു പുതിയ കാർ സമ്മാനമായി ലഭിച്ചു. She got a new car as a gift from her father. She got a new car as a gift from her father. Number 10. He got angry. അവൻ ദേഷ്യപ്പെട്ടു. He got angry. He got angry. അവൻ ദേഷ്യപ്പെട്ടു. Number 11 in our list is I got it. എനിക്കത് മനസ്സിലായി. ഒടുവിൽ നിങ്ങൾ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായി. I got it. I got it. Number 12. She got the point. അവൾക്ക് കാര്യം മനസ്സിലായി. She got the point. She got the point. She got the point. Number 13. We got to the station on time. ഞങ്ങൾ കൃത്യസമയത്ത് സ്റ്റേഷനിൽ എത്തി. We got to the station on time. We got to the station on time. We got to the station on time. Number 14. I got home late. ഞാൻ വൈകിയാണ് വീട്ടിലെത്തിയത്. I got home late. I got home late. ഞാൻ വൈകിയാണ് വീട്ടിലെത്തിയത്. I got home late. The last and final sentence is I got up early this morning. ഇന്ന് രാവിലെ ഞാൻ നേരത്തെ എഴുന്നേറ്റു. I got up early this morning. I got up early this morning. ഇന്ന് രാവിലെ ഞാൻ നേരത്തെ എഴുന്നേറ്റു. I got up early this morning. ഈ ഗോട്ട് ഉപയോഗിച്ചുള്ള എല്ലാ സെൻറ്റൻസും നന്നായി പ്രാക്ടീസ് ചെയ്യുക.
ഈ സെന്റൻസിലൂടെ ഗോട്ട് എന്നത് എവിടേക്കാണ് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഗെറ്റ് എന്നതിൻ്റെ പാസ്റ്റ് ഫോമായി ഗോട്ട് ഉപയോഗിക്കാം. റിസീവ്ഡ് അതായത് ലഭിച്ചു എന്നതിന് പകരമായും ഗോട്ട് ഉപയോഗിക്കാം. ഇത് കൂടാതെ എത്തിച്ചേർന്നു റീച്ച്ഡ് എന്ന് പറയുന്നിടത്തും ഗോട്ട് ഉപയോഗിച്ച് പറയാം. ഒരു പൊസിഷനെ കുറിച്ച് പറയുമ്പോഴും ഗോട്ട് ഉപയോഗിച്ച് പറയാം. ഇത് കൂടാതെ ഒരു അവസ്ഥയെക്കുറിച്ച് പറയുമ്പോഴും ഒരു ഇമോഷനെ കുറിച്ച് പറയുമ്പോഴും ഒരു കോൺസെപ്റ്റ് മനസ്സിലായി എന്ന് പറയുന്നിടത്തും ഗോട്ട് ഉപയോഗിച്ച് പറയാം. അപ്പോൾ ഈ വീഡിയോയിലുള്ള എല്ലാ സെൻറ്റൻസസും പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. അതിലൂടെ ഗോട്ട് എന്നത് ഒട്ടും കൺഫ്യൂഷൻ ഇല്ലാതെ വളരെ കോൺഫിഡൻറ്റോടു കൂടി ഉപയോഗിക്കാൻ കഴിയും. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഇംഗ്ലീഷ് വിത്ത് ജോയ് യൂട്യൂബ് ചാനൽ. താങ്ക് യു.